everybody, welcome to Sophie Talks, and today's topic is trigonometry. Trigonometry is a branch of mathematics that studies relationships between side lengths and angles of triangles. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും അതിൻ്റെ ആംഗിൾസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ട്രിഗണോമെട്രി. ഓക്കെ, trigonometry is derived from Greek word. Trigonon means triangle and metron means measure. Trigonon എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ട്രയാങ്കിൾ അഥവാ ത്രികോണം. മെട്രോൺ എന്ന് പറഞ്ഞാൽ മെഷർ അഥവാ അളവ്. ഓക്കെ, ട്രിഗണോമെട്രിയുടെ ബേസിക്സ് എന്താണ്? There are 6 trigonometric ratios. സൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം 6 ട്രിഗണോമെട്രിക് റേഷ്യോകളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സൈൻ, കൊസൈൻ, ടാൻജെൻറ്റ്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ് ആൻഡ് കോടാൻജെൻറ്റ്. കൊസീക്കൻറ്റിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ കൊസീക്ക് എന്ന് പറയും, സീക്കൻറ്റിനെ സീക്കെന്നും കോടാൻജെൻറ്റിനെ കോട്ട് എന്നും പറയും. These 6 trigonometric ratios are abbreviated as sine, cos, tan, sec, cosec and cot. These are referred to as ratios since they can be expressed in terms of the sides of a right-angled triangle for a specific angle theta. Theta എന്ന് പറയുന്ന ആംഗിൾ വെച്ച് നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിളിനാണ് ഈ 6 റേഷ്യോസ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ലെറ്റ്സ് സീ. An example of trigonometry is what architects use to calculate distances. ഒരു ആർക്കിടെക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ലൈഫിൽ ട്രിഗണോമെട്രി ഉപയോഗിക്കുന്നത്. അതിനാണ് ആർക്കിടെക്ട്സ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു എക്സാമ്പിളാണ്. ട്രിഗണോമെട്രി റിയൽ ലൈഫിൽ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, തീറ്റ ഈസ് എ സിമ്പിൾ യൂസ്ഡ് ടു ഡിനോട്ട് ദ അൺനോൺ മെഷർ ഓഫ് ആൻ ആംഗിൾ. തീറ്റ എന്ന് പറയുന്ന സിമ്പിൾ നമ്മുടെ അൺനോൺ മെഷർ, അറിയാത്ത ഒരു ആംഗിളിൻ്റെ അറിയാത്ത ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടി, ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തീറ്റ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഇൻ ഡിസ്പ്ലേയിങ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സൈൻ, കൊസൈൻ ആൻഡ് ടാൻജെൻറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ലൈക്ക് ദാറ്റ്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് സൈനെ, കോസ്, ടാൻ എന്ന് പറയുന്ന പോലെയാണ് തീറ്റ, ഒരു സിമ്പിൾ. അത് ഡിനോട്ട് ചെയ്യുന്നത് അൺനോൺ മെഷർ ഓഫ് ആൻ ആംഗിൾ. അതിനെയാണ് നമുക്ക് ആ ആംഗിൾ എത്രയാണെന്ന് അറിയത്തില്ല, അറിയാത്ത ഒരു ആംഗിളിനെ കുറിക്കാനാണ് നമ്മൾ തീറ്റ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. 3 സൈഡ്സ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങൾ, 3 ആംഗിൾസ്, 3 കോണുകൾ. ഓക്കെ, സം ഓഫ് 3 ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. വി നോ സം ഓഫ് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ്, 3 കോണുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ദീസ് ആർ ആംഗിൾ. ഈ 3 കോണുകൾ ഇവിടെ, 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 ഇതാണ് 3 കോണുകൾ. ഈ സി ഡി, ഡി ഇ ആൻഡ് സി ഇ, ഇതാണ് 3 വശങ്ങൾ. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഫുള്ള് റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. One right angle is 90 degrees. We know one right angle. Right angle എന്ന് പറഞ്ഞാൽ മട്ടത്രികോണം. Right triangle മട്ടത്രികോണം and right angle is മട്ടകോൺ. ഓക്കെ, 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 90 ഡിഗ്രി ആണ് മട്ടകോൺ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ കർണം. പിന്നെ ബേസ് എന്ന് പറഞ്ഞാൽ പാദം, ആൻഡ് ബേസ് ഇതാണ് എ, ഇതാണ് പാദം. ആൻഡ് ലംബം എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, വൺ റൈറ്റ് ആംഗിൾ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രീസ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ഇതാണ്. നമ്മുടെ റൈറ്റ് ആംഗിൾ ഇതാണ്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി. അപ്പം ബാക്കി ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും ഇനിയുള്ള 2 ആംഗിൾ ഇതുമാണ്. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആൻഡ് സം ഓഫ് 2 റിമൈനിങ് ആംഗിൾസ് ഈസ് 90 ഡിഗ്രി. മൊത്തം 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ
ഇത് 90 ഡിഗ്രി, റിമൈനിങ് ഡി പ്ലസ് ആംഗിൾ സി, ഈ രണ്ട് ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ലോങ്ങസ്റ്റ് സൈഡ് ഈസ് കാൾഡ് ഹൈപ്പോട്ന്യൂസ്. ലോങ്ങസ്റ്റ് സൈഡ് സി ഡി എന്ന് പറയുന്ന ലോങ്ങസ്റ്റ് സൈഡ്, അതിനെയാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതായത് സൈൻ, കോസ്, ടാൻ, സീക്ക്, കൊസീക്ക് ആൻഡ് കോട്ട്. ഓക്കെ, ഈ ട്രയാങ്കിൾ ഇത് മനസ്സിലാവും. ഓക്കെ, സീ ദിസ് ട്രയാങ്കിൾ. ഇത് തീറ്റ, ഇതാണ് നമ്മൾ പറഞ്ഞത്. തീറ്റ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ആൻ അൺനോൺ ആംഗിൾ. ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ തീറ്റ എന്ന ആംഗിളിന് തീറ്റ എന്ന് കൊടുത്തു ഒരു സിമ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. റൈറ്റ് ട്രയാങ്കിൾ, അതിന് ഓപ്പോസിറ്റ് ഉള്ളതാണല്ലോ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം. ആൻഡ് തീറ്റയ്ക്ക് ഇതാണ് ആംഗിൾ അഥവാ തീറ്റ, അൺനോൺ ആംഗിൾ തീറ്റ. അതിന് അടുത്തുള്ള വശമാണ് അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അതിന് എതിരായിട്ടുള്ള ദൂരെയുള്ള വശമാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, SOH ഈസ് ഈക്വൽ ടു SOH, ഇത് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലാസ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഈ ഫോർമുലാസ് കിട്ടാനുള്ള എളുപ്പ വഴിയാണ്, ഓർത്ത് വെക്കാനുള്ള എളുപ്പ മാർഗമാണ് SOH, CAH, TOA. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. SOH അതായത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അതാണിത്. സൈൻ്റെ എസ്, ഓപ്പോസിറ്റിൻ്റെ ഒ, ഹൈപ്പോട്ന്യൂസിൻ്റെ എച്ച്. ഓക്കെ, then CAH is equal to cos theta is equal to adjacent by hypotenuse. Cos theta is equal to adjacent by this hypotenuse. Okay, then TOA is tan theta. Tan theta is equal to opposite by adjacent. Okay, and cosec theta is equal to 1 by sin theta. 1 by sin theta ആണ് cosec theta. അതായത് ഈ sin തീറ്റയുടെ റെസിപ്രോക്കൽ. ഓക്കെ, sin തീറ്റ തിരിച്ചിട്ടാൽ cosec തീറ്റ കിട്ടും. അതായത് ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് ആണ് cosec തീറ്റ. sec തീറ്റ ഈസ് ഈക്വൽ ടു 1 by cos തീറ്റ, അതായത് ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, cot തീറ്റ ഈസ് ഈക്വൽ ടു 1 by tan തീറ്റ, അതായത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ടാൻ തീറ്റ ഇതിൻ്റെ എല്ലാം സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ സൈൻ തീറ്റ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് കൊസീക് തീറ്റ. കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക് തീറ്റ. ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. ഓക്കെ, സൈൻ എ, നെയിം ഓഫ് ഫങ്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ ഇത് സൈൻ എ ഈസ് ഈക്വൽ ടു, ഇവിടെ ആംഗിൾ എ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആൻഡ് എ ബൈ സി. കൊസൈൻ എ ഈസ് ഈക്വൽ ടു, ഈ എ ബൈ സി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൈഡിന് എ എന്ന് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിന് എ എന്ന് കൊടുത്തു, ഹൈപ്പോട്ന്യൂസിന് സി എന്ന് കൊടുത്തു. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇപ്പോൾ സി, ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്.